ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ലിവർ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റാണ്. ഞാനിത് ഡ്രൈ ആയിട്ടല്ല എടുക്കണേ, ഒരു ഇത്തിരി ഗ്രേവിക്ക് ആയിട്ട് ഉണ്ടാക്കണേ, ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ലിവർ, ഇത് ചിക്കൻ്റെ ലിവറാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 കിലോനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, കുരുമുളക്, വെളുത്തുള്ളി ഇതെല്ലാം എടുത്തിട്ട് ചതച്ചതാണ് കേട്ടോ. നന്നായിട്ട് ചതച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ 2 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി വയ്ക്കാം. ചീനച്ചട്ടി വെച്ചു. അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ല അടിക്കട്ടിയുള്ള, അല്ലെങ്കിൽ ഉരുളി വയ്ക്കണം, നല്ല അടിക്കട്ടിയുള്ള പാത്രം വയ്ക്കണം. അത് കാരണമാണ് ചീനച്ചട്ടി വെച്ചത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കുരുമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഞാൻ ചതച്ചതാണ്. അതും കൂടി ഇട്ടു. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറണം, അതായത് ഒന്ന് മൂക്കണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇത് മൂത്താലാണ് ഇതിനൊരു നല്ലൊരു മണം വരും. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വാടണം. സവാള ഇതിലിളക്കി നന്നായിട്ട് മിക്സ് ആകുമ്പോൾ ഇത് വാടും. ഇത് ഞാൻ ഈ ചീനച്ചട്ടി തന്നെ എടുത്തത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടികട്ടിയുള്ള പാത്രം വേണം, അല്ലെങ്കിൽ ഉരുളി എടുക്കണം. എന്നാലാണ് ഇത് വരട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അത് കാരണമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. സവോള നന്നായിട്ട് ഇളക്കി കൊടുത്ത് കണ്ട, സവോള ഒരുവിധം വാടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പിട്ടിട്ടില്ല. ഇനി നമുക്ക് ലിവർ ഇടാം. ഇത് ചിക്കൻ്റെ ലിവറാണ്, കഴുകി നന്നായിട്ട് വെച്ചതാണ്. പെട്ടെന്ന് വേവിട്ട്, കുറേ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് ഉണ്ടാവില്ല ലിവറിന്. അത് കാരണം കുറേ നേരം ഒന്നും ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ലിവർ വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ വെന്ത് കഴിയുമ്പോൾ അത് കുറേയൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ചുണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അതിൽ ഇപ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടാ. നന്നായിട്ട് മിക്സായി വരണം. ഇതിൽ നമ്മളിപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ഇതുണ്ട്. അത് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഉപ്പിടാഞ്ഞ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഉപ്പിട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളിടാം. ഇതിൽ ഞാൻ ശരിക്കും ഒരു വലിയ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കണേ. അത് 2 പ്രാവശ്യമായിട്ട് വന്നത്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ടത്. ഒരു വലിയ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടണേ. അതുപോലെ തന്നെ ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടേക്കണത്. കണ്ടില്ലേ? അത് മുളക് പൊടി, പിരിയൻ മുളക് പൊടി ഉള്ളവർ അത് ഇട്ടാലും മതിയിട്ടാ, എരിവ് കുറവ് വേണ്ടവർക്ക്. പിന്നെ ഞാനൊരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എനിക്ക് എരിവ് കൂടുതൽ വേണ്ടത് കൊണ്ടിട്ട് കുരുമുളക് പൊടി ഇട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. പിന്നെ മസാലപ്പൊടി അല്ലാട്ട ഞാൻ ഇട്ടേക്കണേ. ഇത് നമ്മൾ പെരിഞ്ജീരകം പൊടിച്ച പൊടിയാണ്, പെരിഞ്ജീരകം ഇട്ടാ. പിന്നെ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇട്ടാൽ അതിനത്ര ടേസ്റ്റ് വരില്ല. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടാൽ ടേസ്റ്റ് കൂടുതൽ കണ്ടേക്കണേ. അത് കാരണമാണ് ഞാൻ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടണേ. ഇനി ഈ പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കണം. ഇതെല്ലാം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി മിക്സാക്കാം. നമ്മളിതിൽ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ലിവറിൽ തന്നെ ആവശ്യത്തിലും കൂടുതൽ വെള്ളമുണ്ട്. നന്നായിട്ട് ഇളക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ഇത് മൂടി വയ്ക്കാം. ഇത് മൂടി വെച്ച് സ്വിമ്മിലിട്ടിട്ട് വേണ്ടിട്ട് ചെയ്യാൻ, തീ കൂട്ടിയിടരുത്. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി കണ്ട. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. ഇപ്പം നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കാട്ടാം. ഉപ്പൊക്കെ നോക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി അടച്ചു വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട്
നമുക്ക് വീണ്ടും എടുത്തു നോക്കാം. കണ്ടില്ലേ, ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് വെന്തു. ഇനി എനിക്ക് ഇതിൽ കുറച്ച് ഗ്രേവിയോട് കൂടി വേണം. എനിക്ക് ചപ്പാത്തിക്ക് കറിക്കാണ്. അത് കാരണം ഞാൻ നല്ല ഡ്രൈ ആയിട്ട് എടുക്കണില്ല. ഈ പരുവത്തിൽ തന്നെ ഞാൻ എടുക്കാനാണ് തീരുമാനിച്ചേക്കണേ. വളരെ സിമ്പിളാണ് കേട്ടോ. കണ്ട, നല്ല ടേസ്റ്റാണ് ചിക്കൻ്റെ ലിവർ. ഇനി ഡ്രൈ വേണ്ടവർക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് വരട്ടി എടുക്കണം. അത് ആവശ്യമുള്ളവർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണുള്ളൂ. എനിക്ക് ഇത്തിരി ഗ്രേവിയോട് കൂടി വേണം. അത് കാരണമാണ്. ഗ്രേവി വേണ്ടാത്തവർക്ക് അങ്ങനെ ചെയ്യാട്ടോ. ഇതിലൊരിക്കലും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരാറില്ല. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്യണതാണ് ലിവർ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ലിവർ ഫ്രൈ അല്ല, ലിവർ ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ്. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.